ആപ്കെ അദാലത്തിൽ സ്വാതി ഋതംബരയുടെ മേലുള്ള കുറ്റം എന്താണെന്ന് വെച്ചാൽ ഇവർ ആധുനികവൽക്കരണത്തെ എതിർക്കുന്നു. നോക്കൂ, താങ്കളുടെ പ്രസംഗം കേൾക്കുന്ന ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ മോഡേണൈസേഷൻ, അതായത് ഇന്റർനെറ്റ്, മൊബൈൽ, ഇതെല്ലാം താങ്കൾ എതിർക്കുന്നു എന്ന്. മൊബൈൽ വിഷമാണ്, പോയിസൺ ആണെന്ന് താങ്കൾ പറയുന്നു. രജത് സർ, ഞാനൊരു മോഡേൺ ലേഡിയല്ലേ. ഞാൻ എങ്ങനെയാ ആധുനിക യുഗത്തെ എതിർക്കുക? പക്ഷേ എന്തും അധികമായാൽ, അതായത് എന്തും അധികമായാൽ അതൊരിക്കലും നല്ലതാവില്ല. ഞാൻ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളെ കണ്ടിട്ടുണ്ട്. അവർക്കൊന്നും അറിയില്ല. അവർ 24 മണിക്കൂറും മൊബൈലും കയ്യിൽ വെച്ചാണ് ഇരിക്കുന്നത്. ഒരു സ്ഥലത്ത് ഒരു പുതിയ ബിൽഡിംഗ് കെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി നോക്കണം. അവിടെ ഇതാ സംഭവിക്കുന്നത്. ഒരു റിക്ഷക്കാരൻ റിക്ഷ ഓടിക്കുമ്പോഴും മൊബൈലും നോക്കിയാണ് ഓടിക്കുന്നത്. മൊബൈൽ കയ്യിലെടുത്ത് സെൽഫി എടുക്കുമ്പോ എത്ര ജീവനുകളാണ് നമ്മൾ ബലി കൊടുത്തിട്ടുള്ളത്? ഒരു ആവശ്യവുമില്ലാതെ ഒരുപാട് യുവാക്കൾ മരിച്ചുപോയിരിക്കുന്നു. അതിനാൽ എല്ലാ കാര്യത്തിലും ഒരു കൺട്രോൾ ഉള്ളത് നല്ലതാണ്. ഒരു വസ്തു നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കണം. അതുപോലെ മുന്നേറ്റം എനിക്ക് വളരെ ഇഷ്ടമാണ് രജത് സർ. അതുകൊണ്ടാണ് പ്രത്യേകമായുള്ളൊരു ഭാരതത്തെ ഞാൻ സ്വപ്നം കണ്ടത്. അതേസമയം അതിൽ ദൈവികവും ഉണ്ടായിരിക്കണം. നിങ്ങൾ കുതിരപ്പുറത്ത് സവാരി ചെയ്യുമ്പോൾ കുതിരയുടെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലുണ്ടായാൽ നല്ലതാണ്. മറിച്ച് കുതിര നമ്മളെ കൺട്രോൾ ചെയ്താൽ അത് തെറ്റാണ്. അതുകൊണ്ടാ പറഞ്ഞത് കൺട്രോൾ വേണമെന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. അതുപോലെ ഒരിക്കൽ താങ്കൾ മിയാൻമിയിലുള്ള കടൽ തീരത്തേക്ക് പോയപ്പോൾ അവിടെ നിന്നും 15 മിനിറ്റിൽ താങ്കൾ തിരിച്ചു ഓടി വന്നെന്ന്. അതുണ്ടല്ലോ രജത് സർ. അവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ എന്റെ കൂടെ ഈ പാട്ട് പാടുന്ന ഗ്രൂപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ പ്രകൃതി തീരത്ത്, കടൽക്കരയോരത്ത് വെറുതെ ഇരുന്ന് ആദ്യം നമ്മൾ ആ കടലിനെ ആസ്വദിക്കണം. അങ്ങനെ തല ഉയർത്തി ആകാശത്തിലേക്ക് നോക്കിയാൽ നക്ഷത്രങ്ങൾ ജ്വലിക്കുന്നത് കാണാം. അങ്ങനെയുള്ളൊരു സ്ഥലത്തിരുന്ന് നമ്മുടെ പ്രഭുവിനെ നമ്മൾ വർണ്ണിക്കുമ്പോൾ സന്തോഷം കിട്ടുമെന്ന് വിചാരിച്ചു. ധ്യാനം ചെയ്യാമെന്നു കരുതി. ആ സ്ഥലത്തിലേക്ക് ഞങ്ങൾ പോയത് എപ്പോഴാന്ന് വെച്ചാൽ ആ സമയത്ത് കടൽക്കര മുഴുവൻ ചാരായ കുപ്പികളായിരുന്നു. ഇത്രയും വൃത്തികെട്ടൊരു കാഴ്ച ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. പ്രകൃതി രമണീയമായ ഒരു സ്ഥലം ഇങ്ങനെയാണോ നശിപ്പിക്കുന്നത്? അപ്പോഴാണ് ഞാൻ എന്റെ കൂടെ വന്നവരോട് പറഞ്ഞത്, നമ്മൾ തെറ്റായ സ്ഥലത്താ വന്നിരിക്കുന്നത്. എന്നാൽ ഞങ്ങൾ ചെയ്തത് അവിടെ തന്നെ നിന്ന് നമ്മുടെ ഭാരതഭൂമിയെ നമസ്കരിച്ചു. എന്റെ ഭാരതമാതാവേ, നിന്റെ മനോഹരമായ കടൽ തീരത്ത് സോമനാഥുണ്ട്, ജഗന്നാഥുണ്ട്, പിന്നെ കന്യാകുമാരിയുമുണ്ട്. തലയുയർത്തി മലയെ നോക്കിയാൽ നമ്മുടെ കേദാർനാഥുണ്ട്, ഗംഗോത്രിയുണ്ട്, യമുനോത്രിയുണ്ട്. നമ്മുടെ പ്രകൃതി സർവാലങ്കാരഭൂഷിതയാണ്. ഇതെല്ലാം കൺമുന്നിൽ കാണുന്നു. ഇവിടെയെല്ലാം ദൈവമുണ്ട്. ഇതാണ് ദൈവം. ഇതാണ് നമ്മുടെ ഭാരതമഹിമ. പക്ഷെ നമ്മുടെ ഭൂമിയുടെ ഈ സൗന്ദര്യം ആസ്വദിക്കുന്നവരാണ് എന്നോട് വന്ന് പറയുന്നത്, ഇവിടെ ഒരു IIT ഉണ്ടാകണം, നമ്മൾ സ്കൂളുകൾ നിർമ്മിക്കണം, കോളേജുകൾ നിർമ്മിക്കണം, അമ്പലം നിർമ്മിച്ച് എന്താണ് പ്രയോജനമെന്ന്. അതുണ്ടല്ലോ രജത് സർ, ഈ സ്കൂൾ ഉണ്ടല്ലോ സമ്പാദിക്കാനുള്ള ഒരു വഴിയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. എന്നാൽ അമ്പലങ്ങൾ നമുക്ക് ജീവിതമാണ് തരുന്നത്. ജീവിക്കുന്നതിനും ജീവിക്കപ്പെടുന്നതിനും വ്യത്യാസമുണ്ടല്ലോ. നമ്മൾ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതേസമയം സത്യസന്ധമായിരിക്കണം അത്. മാത്രമല്ല നിങ്ങൾക്കും അതറിയാം, നമ്മുടേത് ഗുരുശിഷ്യ പാരമ്പര്യത്തിന്റെ നാടാണ്. സാലറിയിലെ നോട്ടുകൾ ഗുരുവാണ് എണ്ണുന്നത്. എന്നാൽ വിദ്യാർത്ഥികൾ കോപ്പിയടിച്ച് പരീക്ഷ എഴുതുന്നു. അതുപോലത്തെ ഭൂമിയല്ലല്ലോ ഇത്. അതുകൊണ്ട് കാലിൽ വീണ് നമസ്കരിക്കാൻ നമ്മൾ പഠിക്കണം. അതായത് നിങ്ങൾക്കും അറിയാലോ, കുടം തല കുനിച്ചാലേ നദിയിലെ വെള്ളം കുടത്തിലേക്ക് വീഴൂ. നമ്മൾ ദൈവത്തിന്റെ കാലടിയിൽ വീണ് നമസ്കരിക്കുമ്പോഴേ നമ്മളിൽ അറിവ് വർദ്ധിക്കുകയുള്ളൂ. എന്നാലേ ആകർഷിക്കാനുള്ള ശക്തി നമുക്ക് കിട്ടൂ. മാത്രമല്ല നിങ്ങൾക്കും അറിയാലോ, ഡോക്ടർ കൊടുക്കുന്ന മരുന്ന് വേണ്ട വിധത്തിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ഡോക്ടർ തന്നെ നമ്മളോട് പറയാറില്ലേ, ദൈവമുണ്ട്, അദ്ദേഹം രക്ഷിക്കുമെന്ന്. അതുകൊണ്ട് വിദ്യാലയമുണ്ടാകണം, വിശ്വവിദ്യാലയമുണ്ടാകണം, ഹോസ്പിറ്റലുകൾ ഉണ്ടാകണം. എന്നാൽ അമ്പലങ്ങൾ എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാ? ഭാരതഭൂമി തന്നെ അമ്പലങ്ങളുടെ നാടല്ലേ? തേജസ്വി യാദവ് എന്താണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ, താങ്കൾക്ക് ശരീരത്തിന് എന്തെങ്കിലും അസുഖം വന്നാൽ അമ്പലത്തിൽ പോകുമോ അതോ ഹോസ്പിറ്റലിലേക്ക് പോകുമോ എന്ന്. തീർച്ചയായും നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷേ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും. അമ്മ അമ്പലത്തിൽ പോയി പ്രസാദം കൊണ്ടുവന്നു തരും. ഈ പ്രസാദം കഴിച്ചാലേ മരുന്ന് പോലും പ്രവർത്തിക്കൂ. ദൈവം രക്ഷിച്ചെന്ന് അമ്മ തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് പറയും. നിങ്ങൾക്കെല്ലാം നന്നായിട്ടറിയാം, ഇപ്പോഴെല്ലാം റിയൽ ലൈഫ് ഹീറോസിനെ പറ്റി ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ വെച്ച് ഒരു സിനിമ എടുത്താൽ അത് നന്നായിട്ടുണ്ടാകുമോ? പൊന്നുമോളെ, ഇങ്ങനൊരു ചോദ്യം ചോദിച്ചില്ലേ, അത് തന്നെ മതി എനിക്ക്. ഇതിൽ നിന്നും നീ എന്നെ പറ്റി നന്നായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ മനസ്സിലും ഞാനുണ്ട്. ഇവിടെയുള്ള കുട്ടികളോട് ഞാൻ ഒരു കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരുപാട് കുട്ടികളുണ്ട് ഇവിടെ.
സിംഹങ്ങളെ കണ്ട് ഞങ്ങൾ ഒരിക്കലും ഭയപ്പെട്ടതില്ല. അതിന്റെ മുന്നിൽ നിന്ന് ഞങ്ങൾ ആർത്തട്ടഹസിക്കും. ഞങ്ങൾ ഈ ഭൂമിയിലെ ശൂർപ്പണേഖയെയും ഊർവശിയെയും വിശ്വസിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ ഗുരുവിനെയാണ് വിശ്വസിച്ച് ജീവിക്കുന്നത്. ഞങ്ങൾ നാടിനെ സ്നേഹിക്കുന്നു. നാടിനെ വിശ്വസിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. 14 വർഷം കാട്ടിൽ ജീവിച്ച ശ്രീരാമനെ ഞങ്ങൾ പൂജിക്കുന്നു. എന്താ രജത് സർ? ഇതേ ലക്ഷ്യത്തോടു കൂടിയാണ് താങ്കൾ വാത്സല്യഗ്രാം നിർമ്മിച്ചത്. ഇതേ പോളിസിയോട് കൂടിയാണ് താങ്കൾ കുഞ്ഞുങ്ങൾക്ക് പുതിയ ജീവിതം നൽകിയത്. അതിനെപ്പറ്റി സംസാരിക്കാതെ ഈ എപ്പിസോഡ് പൂർത്തിയാക്കാൻ പറ്റില്ലല്ലോ. ഈ ഐഡിയ എവിടെ നിന്നാണ് കിട്ടിയത്? രജത് സർ, ഈ രാമന്റെ അമ്പലത്തിനു വേണ്ടി ഞാൻ എല്ലാ സ്ഥലത്തും പോയി പ്രചാരണം നടത്തിയിരുന്നു. ആ സമയത്ത് ഞാൻ അനാഥാശ്രമത്തിൽ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുമായിരുന്നു. അവിടുത്തെ സൗകര്യങ്ങൾ കണ്ട് എനിക്ക് തോന്നി, നമ്മൾ പുറത്തെ എത്രമാത്രം നന്നായിട്ടാണ് ജീവിക്കുന്നത്. സാധാരണ കാര്യത്തിൽ പോലും ദൈവത്തെ കാണുന്നു. ചില മനുഷ്യന്മാരിൽ പോലും ദൈവത്തെ കാണുന്നു. എന്നാൽ അവിടുത്തെ കുട്ടികൾക്ക് റൊട്ടി കൊടുക്കുന്നു, പഴങ്ങൾ കൊടുക്കുന്നു, ലൈനിൽ നിർത്തിക്കൊണ്ട് വസ്ത്രങ്ങൾ നൽകുന്നു, റൊട്ടി കൊടുക്കുന്നു, പഴങ്ങൾ നൽകുന്നു. നമ്മൾ ആ കുട്ടികളെ അവിടെ ദയനീയമായി നിർത്തിയിരിക്കുകയാണ്. ഈ കാര്യം എന്നിൽ വളരെയധികം വേദനയുണ്ടാക്കി. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, അവിടെ സേവനമനുഷ്ഠിക്കുന്ന സ്ത്രീകൾ യശോദ മാതാവായി മാറിയാൽ, അനാഥാശ്രമത്തിൽ ജീവിക്കുന്ന കുട്ടികൾ സഹോദരീ സഹോദരന്മാരായി മാറിയാൽ, വിധവാശ്രമത്തിലെ സ്ത്രീകൾ സഹോദരികളായിരുന്നാൽ, മുത്തശ്ശനും മുത്തശ്ശിയുമായാൽ, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത എന്നിലുണ്ടായി. അതിനുശേഷം ഒരു കാര്യമുണ്ടായി. ഞാൻ രാഷ്ട്രീയത്തിൽ വരണമെന്ന് എന്നെ ഫോഴ്സ് ചെയ്തു. അതൊരിക്കലും എന്റെ ജോലിയല്ല. ആ സമയത്താണ് ഞാൻ എന്റെ മനസ്സിൽ ഒരു ദൃഢമായ തീരുമാനമെടുത്തത്. അങ്ങനെ ഞാൻ ഇവർക്ക് സ്വയം യശോദയായി മാറിക്കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ടെല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. ഇന്ന് നിങ്ങൾ കാണുന്ന ഈ വാത്സല്യ നന്നായി നടത്തിക്കൊണ്ടുപോകുന്നു. ആരും അനാഥരല്ല, ആരും പരിതാപം ഏറ്റുവാങ്ങേണ്ടവരല്ല, ഒരു സ്ത്രീയും സങ്കടപ്പെടാറില്ല. മാത്രമല്ല രജത് സർ, ഈ കാര്യം നിങ്ങൾക്കും അറിയാം. ദൈവത്തിൽ വിശ്വസിച്ച ഒരാൾ ഇറങ്ങിത്തിരിച്ചാൽ അതിനുശേഷം അവരുടെ ജീവിതത്തിൽ എന്ത് കഷ്ടമാണ് വരാൻ പോകുന്നത്? അവർക്ക് യശോദയായി മാറി അഭിമാനത്തോടെ ജീവിക്കാം, കുട്ടികളെ താരാട്ടുപാടിയുറക്കാം, വയസ്സായ കാലത്തിൽ മാതാപിതാക്കൾക്ക് തുണയായിട്ടിരിക്കാം, ഓരോ യുവതികളും കുട്ടികളെ താലോലിക്കാം, വയസ്സായവരെ ശുശ്രൂഷിക്കാം. ഈ ലക്ഷ്യത്തോടെയാണ് എല്ലാം ഉള്ളത്. ഈ ലോകത്ത് ഇതിനേക്കാൾ മറ്റൊരു നല്ല ഉദാഹരണം ഒരിക്കലും ലഭിക്കില്ല. മറ്റൊരു കാര്യവും ഞാൻ കേട്ടു, താങ്കൾ സ്ത്രീകൾക്ക് വേണ്ടി ഒരു ആർമി തന്നെ ഉണ്ടാക്കുന്നുണ്ടെന്ന്. എന്താ പറയുന്നത്? അത് എപ്പോഴോ ഉണ്ടായി കഴിഞ്ഞില്ലേ. ഇതുണ്ടല്ലോ, ഇതെന്റെ ഡ്രീം പ്രോജക്റ്റ് എന്നു തന്നെ പറയാം. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഇങ്ങനെ ശാന്തരായിരിക്കാൻ പാടില്ല. പൂക്കളെ പോലെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കരുത്. എവിടേക്കേലും പോവുകയാണെങ്കിൽ ഭയപ്പെട്ടു പോകരുത്. സംസാരിക്കുമ്പോൾ പേടിച്ച് സംസാരിക്കരുത്. ആവശ്യമെങ്കിൽ ആഗ്രഹിച്ചാൽ പാന്റും ഷർട്ടും ധരിക്കാം. എന്നാൽ അവരുടെ സ്ത്രീത്വം അവർ ഒരിക്കലും മറക്കരുത്. വേണമെങ്കിൽ ഞാൻ വേറൊരു ഉദാഹരണം കൂടി പറയാം, മരുഭൂമിയിലെ സരസ്വതിയെപ്പറ്റി. അതുപോലെയൊന്നും ഉണ്ടാവാൻ പാടില്ല. കുട്ടികൾക്കുള്ള താരാട്ടായും വൃദ്ധർക്കുള്ള താങ്ങായും വേണം. സമൂഹത്തിൽ ചിറകടിച്ചുയരണം. നാടിന്റെ അതിർത്തിയിൽ ധൈര്യത്തോടെ പോയി നിൽക്കണം. ഭാരത സ്ത്രീ എന്ന പെരുമ അവിടെ ഉയർത്തിക്കാട്ടണം. ശത്രുക്കൾ കൊല്ലാൻ വന്നാലും പിന്തിരിഞ്ഞോടാൻ പാടില്ല. നമ്മുടെ നാട്ടിലെ യുവാക്കൾ ത്രിവർണ പതാക പറപ്പിക്കുന്ന പോലെ ഒന്നുകിൽ പതാക പറത്തണം, അല്ലെങ്കിൽ പതാക പുതച്ചുകൊണ്ടുവരണം. ഇതുപോലെയാകണം ഭാരതത്തിലെ സ്ത്രീകളും. അവർക്കും ഇങ്ങനൊരവസരം കിട്ടണം. അതുകൊണ്ട് യുവാക്കൾക്കായി ഹിമാലയത്തിൽ രജത് സാർ, ഈ ഷോ മുഖാന്തരം ഈ കാര്യം വെളിപ്പെടുത്തുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഗേൾസ് ആർമി സ്കൂൾ വാത്സല്യ ഗ്രാമത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു. വളരെ സന്തോഷം. അവസാനമായി ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? താങ്കൾ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാം. പല ബുദ്ധിമുട്ടുകളും സഹിച്ചു. അവസാനം നിങ്ങളത് വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം, മധുരയിൽ ശ്രീകൃഷ്ണനുണ്ട്, അവിടെ അമ്പലം നിർമ്മിക്കാൻ പോവുകയാണ്. അതിൽ താങ്കളുടെ അഭിപ്രായം? ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ദീപാവലിയേക്കാൾ വലിയ ആഘോഷം അന്നുണ്ടാകും. ഇത് സംഭവിച്ചാൽ കൃഷ്ണ ജന്മഭൂമിയും നമുക്ക് തന്നെ. രജത് സർ, എന്റെ കൂടെ ഒരു സ്ത്രീ വന്നിട്ടുണ്ട്. അവർ ഒരു പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും. സിമ്രാൻ എവിടെയാ ഉള്ളത്? तू कितनी अच्छी है, तू कितनी भोली है, प्यारी प्यारी है, ओ माँ, ओ माँ। तू कितनी सुंदर है, तू कितनी प्यारी है, प्यारी प्यारी है, ओ माँ, ओ माँ, ओ माँ, ओ माँ. നന്നായിരിക്കുന്നു.
രജത് സർ, ഒപ്പം സിയയും വന്നിട്ടുണ്ട്. സിയ, അത് ശരി. സിയ എണീറ്റ് നിന്ന് ചൊല്ലെ. അവളൊരു കവിത ആ ചൊല്ലും. പാടട്ടെ. किससे दर्श दर वर्ष हर बार आएंगे, मुझे खुशी है इस बात की कि इस वर्ष मेरे श्री राम आएंगे. വാവ്. വേറൊരു കവിത ചൊല്ലില്ലേ, അത് ചൊല്ല്. मुट्ठी में कुछ सपने लेकर भरकर जेबों में आशाएं, दिल में है अरमान यही कुछ कर जाए. मैं उस माटी का वृक्ष नहीं जिसको नदियों ने सींचा है, दीदी माँ जी की उंगली थामकर मैंने चलना सीखा है. मैं वात्सल्य में लिखी कविता मुझको संस्कारों ने सींचा है, दीदी माँ जी के आंचल में पलकर मैंने दुनिया को देखा है. तूफानों सा शोर नहीं, कल कल बहता जल हूँ मैं, दीदी माँ जी के संस्कारों का आने वाला कल हूँ मैं. दीदी माँ जी का धाम मिला, पावन परमानंद नाम मिला, और भला क्या आस है मुझको इतना खुशहाल परिवार कुडुम्बगिटी. दीदी माँ जी, मुझे दीदी माँ जी का प्यार मिला, मुझे दीदी माँ जी का प्यार मिला. കൊള്ളാം സിയ. വളരെ നന്നായിരുന്നു. എല്ലാവരും സിയയ്ക്ക് വേണ്ടി നല്ല കൈയടിച്ചേ. ശബ്ദം, നല്ല കവിത. നോക്കൂ, താങ്കൾ ഒരു പാട്ട് പാടണമെന്ന് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഞാനിപ്പോ ഒരു കവിത എന്ത് പാട്ടാ പാടുക. പാടുക? എല്ലാരും ചേർന്ന് പാടാമോ? राम को पाना है तो बंदे खुद को बदलना होगा. हाथ ऊपर करके. राम को पाना है तो बंदे खुद को बदलना होगा. राम को पाना है तो बंदे खुद को बदलना होगा. धर्म युद्ध में तुझको अंगारों पर चलना. बैठा क्यों है कुछ कर्म कर, बैठा क्यों है कुछ कर्म कर, तेरा काम बोलेगा. कण कण भी जय 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 श्री राम रे भैया, कण कण भी जय 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 श्री राम. बोलिए जय श्री राम, जय श्री राम, जय श्री राम. भारत माता की, अखंड भारत की, आज के आनंद की. ओम नमः पार्वती पते.